ഹായ്, നല്ല കാറ്റാണല്ലോ, നല്ല കാറ്റാണല്ലോ. കുഞ്ഞോ 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 കുഞ്ഞോയ്ക്ക് മാമിയുടെ കമ്മൽ ഇഷ്ടപ്പെട്ടു. കുഞ്ഞോയ്ക്ക് മാമിയുടെ കമ്മൽ ഇഷ്ടപ്പെട്ടു. പാമേ വക്കാളി ചിക്കനായിട്ട് വരുവാണ്. വക്കാളി ചിക്കനാണ്, വക്കാളി ചിക്കൻ. ടിങ്കിടു ആണോ? ഞങ്ങള് ടിങ്കിടു എന്തി ടിങ്കിടു ഇത് ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ. ഉമ്മ ഒത്തെ ഉമ്മ. ലഡു ഹായ്. അത് ജാനിപ്പണ് തിന്നട്ടെ. ഇതേ ഉള്ള അതിനകത്ത്. ഇന്നലെ ലഡുവിന്റെ ഒന്ന് കണ്ടതേ ഉള്ളൂ. മാമി തരാം, മൂക്കാളി മാമി തരാം. എന്ത് ആട്ടിൻകുട്ടികൾ? ഗൗരിയും ശങ്കരിയും. അയ്യോ, ഇങ്ങോട്ട് വരില്ലേ? എന്തോ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. ജാനിക്കുട്ടിയുടെ അടുത്ത് കയറി കുഞ്ഞോനെ ജാനിക്കുട്ടിയൊക്കെ കണ്ടു, എല്ലാവരെയും കണ്ടു. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇന്ന് പറഞ്ഞു മോനിക്കുട്ടനും ജാനിക്കുട്ടിയും കുഞ്ഞോനെയും അവിടെ എല്ലാവരും മാമിയും മാമനെയും ആങ്ങളെയും കുക്കുനെയും എല്ലാവരെയും തിരക്കിയെന്നൊക്കെ പറയണം കേട്ടോ. ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീജ ചേച്ചി കേട്ടോ. എല്ലാവരോടും ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. പാല് വണ്ടിക്കകത്തിരിക്കുന്നവർ മറന്നുപോയി, എടുത്തോണ്ട് വരണം. ഞാൻ മോനിക്കുട്ടനെ വിളിക്കാൻ പോയില്ല, ട്യൂഷന് പോയേക്കുവാണേ. അപ്പൊ മോനിക്കുട്ടനെ പോയി വിളിച്ചോണ്ട് വരണം. പിന്നെന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 1-2 പേരെ കാണാൻ പറ്റി. ഒന്നൊരു ഹരിതയാണ്. ഹരിത ഭയങ്കര സ്നേഹമായിരുന്നു, സംസാരിച്ചിട്ടൊക്കെ പോയി. ഹരിതയുടെ വീട് കീക്കുഴൂരാണ്. അപ്പം ഹരിതയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ആ കുട്ടിയെ എന്നെ അന്വേഷിച്ചെന്ന് പറയണമെന്ന് പറഞ്ഞ് പേര് പറഞ്ഞത് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ ഹരിതയുടെ കൂട്ടുകാരിയെ അന്വേഷിച്ചു എന്ന് ഞാൻ പറഞ്ഞേക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹരിതയ്ക്കും ഹരിതയുടെ കൂട്ടുകാരിക്കും എന്റെ സ്നേഹം അറിയിക്കുവാണ്. ഹരിത അല്ലാതെ 2 പേരും കൂടി ഇന്ന് എന്നെ കാണാൻ വന്നു. ഒരാള് പത്തനംതിട്ട തന്നെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്, മറ്റേ ആള് പുല്ലാടുള്ളതാണ്. മോനും പുള്ളിക്കാരിയും കൂടാണ് വന്നത്. അപ്പൊ അവരതുവഴി വന്നപ്പോ മെഡിസിൻ മേടിക്കാൻ വേണ്ടിട്ട് അവിടെ കയറി. എന്റെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് കണ്ടു തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം മോനിക്കുട്ടനും മുത്തു എന്തി എന്നൊക്കെ ചോദിച്ചു. എല്ലാരോടും വന്ന എല്ലാരോടും സ്നേഹം അറിയിക്കും കേട്ടോ. അപ്പൊ പേര് ഞാൻ ചോദിച്ചിരുന്നു, പേര് സത്യത്തിൽ മറന്നുപോയി. അപ്പൊ ആ സ്ഥലപ്പേര് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരോടും സ്നേഹം അറിയിക്കുവാണ്. അന്നേരം ഒന്ന് പേര് എഴുതി വെക്കണമെന്നൊക്കെ ഓർക്കും, പക്ഷെ അത് നടക്കത്തില്ല മിക്കപ്പോഴും കേട്ടോ. അപ്പൊ എന്നെ കാണാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം അറിയിക്കുവാണ്. നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കുന്നവരോ പറയണം കേട്ടോ, കമന്റ് ഇടണം. ഞാൻ ഈ പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങളോട് സ്നേഹമായിട്ടാണോ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഞാൻ എന്തെങ്കിലും അകൽച്ച കാണിച്ചെന്നൊക്കെ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. ഇനി ഞാൻ പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നതിന് പലരും എന്നെ കളിയാക്കുന്നവരുണ്ട്, അതുകൊണ്ട് ചോദിച്ചത് കേട്ടോ. അത്രയും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ആ വിളി വരുന്നത്. അപ്പൊ നിങ്ങളെ കാണുമ്പോ നേരിട്ട് കാണുന്നവർക്ക് അറിയാലോ എനിക്ക് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ വെറുതെ വെറുവാക്ക് പറയാണോ എന്നൊക്കെ ഉള്ളത് അവർക്ക് മനസ്സിലാകുമല്ലോ.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിരുന്നല്ലോ. അപ്പൊ വന്നതിൽ കൂടുതൽ ആൾക്കാരും എന്നോട് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയെന്ന് അറിയാമോ. വീഡിയോസിൽ കാണുന്നതിനേക്കാളും അവർക്ക് നേരിട്ട് കണ്ടപ്പോഴേ ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്, നമ്മള് ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും റീൽ ചെയ്യുമ്പോഴും, റീലൊക്കെ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുമല്ലോ, യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഫേസിൽ നമ്മൾ കുറച്ച് ഇതെല്ലാം ഒന്ന് നമ്മുടെ വീഡിയോസിനകത്ത് പല ക്ലിയറൻസും നടത്തും. അതിനകത്ത് നമ്മുടെ സ്കിന്നും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒത്തിരി ഫിൽറ്റർ ഇടാൻ പറ്റുമെന്നല്ല, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനകത്ത് നമ്മൾ ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് ഫിൽറ്റർ ഉണ്ട്, പക്ഷെ ഞാൻ ഫിൽറ്റർ ഇടത്തില്ല. അതിനകത്ത് വീഡിയോ ക്ലാരിറ്റി ക്ലിയർ ചെയ്യുന്ന കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി മാറ്റം ഉള്ളതുപോലെ തോന്നുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇൻസ്റ്റയിലെയും ടിക്ടോക്കിലെ പഴയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോഴും ഞാൻ ഓർക്കുന്നത്, അതിനകത്തൊക്കെ ഞാൻ ഫിൽറ്റർ ഇട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവത്തില്ല എന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ വന്നതിൽ കൂടുതൽ ആൾക്കാരും എന്നോട് പറഞ്ഞ കാര്യം, ചേച്ചി എനിക്ക് ഞങ്ങൾക്ക് നേരിട്ട് കാണാനാണ് ഇഷ്ടം തോന്നുന്നത്, സന്തോഷം തോന്നി. പിന്നെ അതൊരു സമാധാനമുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും ഫിൽറ്റർ വാരി കൂരിയിട്ടു എന്ന് പറയത്തില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇതൊക്കെ ഞാൻ എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്യുന്ന കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറയണം. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികള് ചോറ് വെച്ച് കേട്ടോ. എന്തോ പറ്റിയ നേരത്തില് ഓർത്തു ചോറും എല്ലാം തിളപ്പിച്ച് വെച്ചിട്ടാണ് ഇന്ന് പോയത്. പിന്നെ അമ്മ രാവിലെ നമ്മുടെ ഇതുവഴി മീൻ വണ്ടി വരും, അവിടുന്ന് മീൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മീനൊന്നും മേടിച്ചില്ല. അമ്മ വാട്ടുകപ്പ വേവിക്കാം, അപ്പൊ മീൻകറി വേണമല്ലോ, അതിന് അമ്മ രാവിലെ മീൻ മേടിച്ചു. അപ്പൊ അമ്മ കപ്പയൊക്കെ വേവിച്ചു മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടാവും, വെക്കാമെന്നാ പറഞ്ഞ. ഞാൻ അങ്ങോട്ട് കയറി ഒന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ കയറിയപ്പോ മാമിയുടെ അടുക്ക കയറിയപ്പോ ഒരു ഇമ്മിണി ചിക്കൻ കറിയും പച്ചക്കപ്പ വേവിച്ചത് അത് വെച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്താണ്, അപ്പൊ ഇന്ന് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും പാചകമൊന്നും ഇല്ല ഇന്ന് അടുക്കളയിൽ. ചോറ് വാർത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആങ്ങളെയും കുക്കും എല്ലാവരും കൂടെ, ആങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, ആങ്ങളയുടെ പേരെന്താണ്, എപ്പോഴും ആങ്ങളെന്ന് പറയുന്നതിനാണ് കേട്ടോ. ആങ്ങളയുടെ പേര് ദേവൻ എന്നാണ്. എനിക്ക് അത് പറയുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം അവൻ ഇവനെന്ന് പറയുന്നതാണ്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആങ്ങളെന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവര് ജാനിക്കുട്ടിയും കൂക്കും ആങ്ങളെയും കൊണ്ട് ഒരു യാത്ര പോയേക്കുവാണ്. അവര് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇവര് എറണാകുളത്ത് ചെന്നപ്പം അവര് ഫുഡ് കഴിക്കാൻ എങ്ങാണ്ട് കയറിപ്പോണ്ടല്ലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവര് ചെന്ന് അമ്മക്കളിയിലെ അല്ലേന്ന് ചോദിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവരുടെ പേര് ജാനിക്കുട്ടി എന്തോ പേര് പറഞ്ഞു, വീഡിയോയിലുണ്ട് ആ പേര് കേട്ടോ. ഞാൻ മറന്നു, പ്രീതേന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ അവരോട് ഒത്തിരി സ്നേഹം അറിയിക്കുക കേട്ടോ. അന്നത്തെ വീഡിയോയിൽ ജാനിക്കുട്ടി അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയാഞ്ഞത്. പിന്നെ അപ്പം അവർ എറണാകുളത്ത് പോയ വിശേഷം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എറണാകുളത്ത് പോയത് മെഡിക്കൽ എടുക്കാനാണ് കേട്ടോ ആങ്ങളയുടെ. അപ്പം അതൊക്കെ ഓക്കെ ആയി, അവൻ പോവാണ്. ബുധനാഴ്ച ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോവാട്ടോ. 2-3 മാസം നാട്ടിൽ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സകല നിലപാടും തകർന്നു തരിപ്പണമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനിയും പോകുന്ന സ്ഥലത്തേക്ക് എന്താണ്, നമ്മള് വലിയ പ്രതീക്ഷയോടാണ് പോകുന്നത്. എല്ലാം നല്ല വഴിയെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറെ വേക്കൻസികൾ അവിടെ ഇവിടെയൊക്കെ വിളിയും പറിച്ചിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാലറിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് പലതും ഇങ്ങനെ നമ്മള് നടക്കാതെ പോയത് കേട്ടോ. ഇതിപ്പോ പോകുന്നത് മസ്കറ്റിലേക്കാണ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച, നമ്മള് ഈ പറഞ്ഞത്രേനെക്കാട്ടിൽ ഈ വന്ന വേക്കൻസികളിലേക്കാട്ടിലൊക്കെ ഭേദമെന്ന് തോന്നിയത് ഈ വേക്കൻസിയാണ്. അപ്പൊ അവിടേക്ക് പോവാണ്. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരിക്കണേ, എന്റെ പ്രിയങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. പോയി ഈ ബാധ്യതകളെല്ലാം ഒന്ന് ഒതുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, സമ്പാദിക്കണമെന്നൊന്നുമില്ല. ഈ ബാധ്യതകളെല്ലാം ഒന്ന് ഒതുക്കി തീർത്താൽ മതി. അപ്പം ഓരോ പ്രവാസിയും അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ നാടും വീടും വിട്ട് വീട്ടുകാരെയും വിട്ട് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യത്തിനാണ് അവർ പോയത് കേട്ടോ. ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയാഞ്ഞത്. ഇന്നാണ് വിസ വന്നത്, ടിക്കറ്റ് എടുത്തു. ബുധനാഴ്ച അവൻ പോവുകയാണ്. എനിക്ക് അവൻ ഇവനെന്ന് പറയാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ടിക്കറ്റ് ഭയങ്കര റേറ്റ് കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. ഇങ്ങോട്ട് വന്നതിനെക്കാട്ടിൽ ഇരട്ടി റേറ്റ് കൊടുത്താണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാം നല്ല വഴിയെ നടക്കണേന്ന് എന്റെ പ്രിയങ്ങൾ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അന്നേരം അത് പറയാഞ്ഞത് അത് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഞാൻ പോയി മോനുകുട്ടിനെ വിളിച്ചോണ്ട് വരാം. 6:45 പോയി വിളിച്ചോണ്ട് വരാം കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് മോനുകുട്ടൻ തിരിയൊക്കെ കത്തിച്ചു. ഇനി പ്രാർത്ഥിക്കാൻ പോവാട്ടോ. മോനുകുട്ടൻ തിരി കത്തിച്ച് വെച്ചേക്കുവാണേ. മോനുകുട്ടൻ മേളിൽ വെക്കാൻ എത്താത്തത് കൊണ്ട് അമ്മയ്ക്കും എത്തത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ടങ്ങ് വെച്ചേ. ഇവിടാണ് തിരി കത്തിക്കുന്നത്.
കുളിയും ജപമൊക്കെ കഴിഞ്ഞ് നമുക്കേ 2-3 ABCD ബിസ്ക്കറ്റ് തിന്നാലും. എടുക്കട്ടെ. ആ ഇതിനൊക്കെ കാണുമ്പോ ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നില്ല. അവിടെ ഒരു മുറിക്കകത്തെ ബൾബോ ഏതാണ്ട് ഒന്ന് പോയി. അപ്പൊ ആ ബൾബ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ അത് ശരിയാക്കാൻ ഒരാൾ വരുവേ. അപ്പൊ അവര് എങ്ങാണ്ട് വർക്കിന് പോയേക്കോ. അത് കഴിഞ്ഞിട്ട് സന്ധ്യക്ക് ഇതുവഴി വരുമ്പോ അത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ അമ്മ അവിടെ ഇരിക്കുക, ഇങ്ങോട്ട് വന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചോറൊക്കെ വാർത്തിടണം. പിന്നെ വേറെ എന്താണ് എൻ്റെ പ്രിയങ്ങളെ വിശേഷങ്ങള്? പിന്നെ കുറേ പ്രിയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുത്ത് അവിടെ ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്നൊക്കെ കേട്ടോ. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവന് ഓക്കെ ആകും കേട്ടോ. അവന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല എനിക്ക്. അവന് ഓക്കെ ആണ്. പക്ഷെ എനിക്ക് ഇവിടെ എന്നെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഭയങ്കര ഇതാട്ടോ. അപ്പം അവിടെ അവനെ കൊണ്ടുവിട്ടിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം വന്നെന്ന് ഞാൻ ലീവായിരുന്നു. 10 മണിയായപ്പോ വന്നെങ്കിലും പോയില്ല. പിന്നെ എന്താ ഇപ്പൊ ഉറപ്പും കൊണ്ടൊക്കെ നടക്കുന്നേ? വണ്ടി നമ്മൾ താമസിക്കുന്ന വീടിന്റെ മുറ്റത്തോട്ട് വണ്ടി ഇറങ്ങണമെന്നുള്ളൊരു കുത്തനെ ഇറക്കമാണ്. അപ്പൊ അവിടെ വണ്ടി ഇറക്കി വെക്കുന്നതും റോഡിലോട്ട് കയറ്റി വെക്കുന്നതും എല്ലാം മുത്തിന്റെ ജോലിയായിരുന്നു. ഞാനത് ഇറക്കത്തുമില്ല. ഒരു തവണയെങ്ങാണ്ട് വണ്ടി ഒന്ന് ഇത് ഇറക്കി വെച്ചത് അവൻ മുത്ത് സ്കൂളിൽ പോയ സമയത്ത് അവൻ മറന്നിട്ട് പോയെ. ഞാനത് ഇവിടുന്ന് റോഡിലോട്ട് കയറ്റാൻ പെട്ട പാട്. അവസാനം അത് നടുക്ക് എന്ന് വണ്ടി നേരെ തിരിഞ്ഞ് ടയറും കറങ്ങി ആകെപ്പാടെ തൊന്തരമായിട്ട് തൊട്ട് മേളിൽ ഗോപികയുടെ അച്ഛനവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ വന്നാണ് വണ്ടി പിന്നെ റോഡിലോട്ട് കയറ്റി തന്നു. അതിനുശേഷം ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പരിപാടി അത് ശ്രമിച്ചിട്ടില്ല കേട്ടോ. എന്റെ കൈക്ക് ബലമില്ലാത്തതുകൊണ്ട് നടക്കത്തില്ല. മുത്ത് പോയതിനു ശേഷം ഞാൻ വണ്ടി ഇങ്ങോട്ട് ഇറക്കി വെക്കാനുള്ള പ്രയാസം കൊണ്ട് ഇവിടെ വെക്കത്തില്ല. അമ്മ താമസിക്കുന്നിടത്ത് റോഡ് ലെവലിലാണ് മുറ്റം. അപ്പൊ അങ്ങോട്ടങ്ങ് എടുത്തു വെച്ചിട്ടാണ് വരുന്നത്. വൈകിട്ട് വരുമ്പോൾ അവിടെ വെക്കും, രാവിലെ അവിടെ നിന്ന് എടുത്തിട്ടും അങ്ങനെയാണ്. അങ്ങനെ അവിടെ മുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ മുത്ത് വണ്ടി അവിടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പൊ ഞാൻ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വന്ന് ജോലിക്ക് പോകാൻ വേണ്ടി ചെന്ന് വണ്ടി എടുത്തു. 2-3 ദിവസം ഇത് എടുക്കാതിരുന്നപ്പോഴത്തേക്ക് ഇതങ്ങ് ഓണാവത്തില്ല. എനിക്കിത് സെൻട്രൽ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് കിക്കർ അടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അതിനോട് പെട്രോൾ ലീക്കായി. അപ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ലെന്നുള്ളത് മനസ്സിലായി. ഞാൻ പിന്നെ ആങ്ങളെ ഉള്ളത് കൊണ്ട് ആ ഒരു രക്ഷപ്പെട്ട് ഞാൻ അവനെ വിളിച്ച് അവൻ വന്ന് വണ്ടി എടുത്ത് എല്ലാം പെട്രോൾ ലീക്കായത് എന്താന്നൊക്കെ അവനെ അഴിച്ചൊക്കെ നോക്കി. അതിനകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തോ പറ്റിയാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ മുത്ത് പോയതിന്റെ ആദ്യത്തെ പ്രയാസം ഞാൻ അന്ന് അറിഞ്ഞു കേട്ടോ. എനിക്ക് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും വണ്ടി ഓടിച്ച് പോയി തിരിച്ചു വരിക എന്നുള്ളതല്ലാതെ വണ്ടിയുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ എനിക്കറിയത്തില്ല. വണ്ടിക്ക് ടയറിന് കാറ്റ് കുറഞ്ഞാലൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. എല്ലാം മുത്താണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് ഒന്നാമത്തെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ അത് അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൺഡേ സ്കൂളിനൊക്കെ മോനുകുട്ടനെ കൊണ്ട് പള്ളിയിൽ പോയാല് സൺഡേ സ്കൂളിനാക്കിയിട്ട് ഞാൻ ആ നട്ടുച്ച വെയിലത്ത് പിന്നെ സൺഡേ സ്കൂൾ കഴിഞ്ഞുള്ളതിന് വിളിക്കാൻ പോകണം. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മുത്തില്ലാത്തതിന്റെ വിഷമം അതൊക്കെയാണ്. എന്ന് വെച്ചാൽ അവനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ അവൻ ഓക്കെയാണ് കേട്ടോ. അവൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രിയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞത്. പിന്നെന്താണ് വേറെ എന്തോ വിശേഷം? ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ പറഞ്ഞു എങ്ങനെയാണ് 2 വീലർ ഓടിക്കുന്ന ഒരു വീഡിയോ ഇടണേന്ന് കേട്ടോ. ഞാൻ 2 വീലർ പഠിച്ചത് എങ്ങനെയാണെന്ന് ഞാനൊരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെയൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ. ഞാനൊരു വാശി, എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തെരഞ്ഞെടുത്തത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. എനിക്ക് പറ്റാത്ത ആദ്യത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചിരുന്നത് അതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച് കഷ്ടപ്പെട്ട് CC ഒക്കെ ഇട്ടൊരു വണ്ടി എടുത്ത് ആ വണ്ടിയും കൊണ്ടും വീണ് ആകെപ്പാടെ തൊന്തരമായതാട്ടോ. അങ്ങനെ ഒരു ആക്സിഡന്റ് എനിക്ക് പറ്റിയ ഈ കയ്യലാട്ടോ. അന്നത്തെ ഒരു മുറിവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരേ കറങ്ങ് മുറിഞ്ഞാല്
തലയൊക്കെ മുറിഞ്ഞായിരുന്നു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടും തലയൊക്കെ മുറിഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ആ പുതിയ വണ്ടിയും കൊണ്ടുണ്ടായി. എന്നിട്ടും എനിക്ക് ഞാൻ അത്രയും എൻ്റെ ജീവൻ കൊടുത്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ 2 വീലർ പിന്നെ ഓടിക്കും. അങ്ങനെല്ലാം ആ വണ്ടിയും ആ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ മോനുകുട്ടൻ ജനിച്ചു കഴിഞ്ഞ് മോനുകുട്ടൻ 9 മാസം ആയപ്പോഴാണല്ലോ നമ്മൾ വീണു പോയത്. അതിനുശേഷം ഞാൻ കീമോയ്ക്കും ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന കാര്യം, ഞാൻ എന്തും വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് പറ്റാത്ത ഒരു കാര്യം ഞാൻ നേടിയെടുത്തതാണ്. എനിക്കത് ഇനിയും പറ്റത്തില്ല. എനിക്കിനി ഒരിക്കലും 2 വീലർ ഓടിക്കാനോ ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എൻ്റെ മനസ്സിനോട് അത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാരണം എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു രോഗത്തിന് ചികിത്സയിലാണ്, എനിക്കതിനി പറ്റില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നിനക്കിനി ഒന്നും പറ്റില്ല എന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കീമോയ്ക്കും എല്ലാം ശേഷം ഞാൻ ആദ്യമായിട്ട് 2 വീലർ 2-3-4 വർഷങ്ങൾക്ക് ശേഷം, ഒരു 2-3 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ 2 വീലർ ഓടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതെൻ്റെ ടിക്ടോക്കിലെ വീഡിയോ കേട്ടോ. അത് മിറ്റമല്ല, അത് ജസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ വീടിന്റെ മുന്നിലത്തെ റോഡ് ഇവിടുന്ന് അവിടെ വരെ ഒന്ന് ഓടിച്ച് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ അതിനകത്ത് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റിന് ശേഷം ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്. പിന്നെ എനിക്ക് കൈവിറക്കലൊക്കെ ഉണ്ടായിരുന്നു. കൈവിറക്കുകയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അതങ്ങ് ഇതായി. ഇപ്പോഴും ഞാൻ വണ്ടി എന്നെ കൊണ്ടുപോകുന്നു, കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. വണ്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയി വരുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൈക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് ബ്രേക്ക് പിടിക്കുകയോ ഒരു ഹമ്പി ആടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ കൈക്ക് ബലമില്ലാത്തതുകൊണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എൻ്റെ പാവം വണ്ടിയാണ്. എന്നെ മനസ്സറിഞ്ഞ് കൊണ്ട് നടക്കും ആ വണ്ടി കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പറ്റത്തില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ, നമുക്ക് പറ്റും. നമ്മൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് എല്ലാവരെയും പോലെ ചിലപ്പം വലിയ എക്സ്പെർട്ട് ആവാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. ഞാൻ ജോലിക്ക് പോയ സമയത്ത് ബസ്സിൽ പോയി തൂങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് ഈ കൈയാണ്, ഈ ഇടത്തെ കൈയാണ് നമുക്ക് പ്രശ്നം. ഈ വലത്തെ കൈ കൊണ്ട് തൂങ്ങിക്കിടന്ന് നമ്മുടെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. തൂങ്ങിക്കിടന്ന് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത വേദനയായിരുന്നു. ഈ കൈയാണ് തൂങ്ങുന്നതെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ നെഞ്ചെല്ലാം കിഴിച്ചു വെച്ചേക്കുവാന്നല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ, ഭയങ്കര ഇടിയാ ബസ്സിനകത്ത്. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് 2 വീലർ എടുത്തത്. ആദ്യത്തെ ആ ആക്സിഡന്റ് പറ്റിയ വണ്ടിയൊക്കെ ഞങ്ങൾ കൊടുത്തായിരുന്നു. എനിക്ക് ട്രീറ്റ്മെന്റിന്റെ സമയമായപ്പോൾ അത് കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുത്ത വണ്ടിയാണ് ഇപ്പൊ എന്നെ കൊണ്ട് നടക്കുന്നത്. 4 വർഷം ആവാറായി ആ വണ്ടി എടുത്തിട്ട്. അപ്പം ബസ്സിലെ യാത്ര പറ്റാത്തത് കൊണ്ടാണ് ഞാൻ 2 വീലർ എടുത്തത്. അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് 2 വീലർ ഓടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അധികം സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2 വീലർ ഓടിക്കുന്നത്. നമ്മുടെ റോഡൊക്കെ എന്ന് വെച്ചാൽ മെറ്റിലും കുണ്ടും കുഴി എന്തുവായിരുന്നെന്നറിയാം 2-3 വർഷം. അതിലൂടെയൊക്കെ ഓടിച്ച് എൻ്റെ കൈക്കൊക്കെ ആകെ വേദനയും പ്രശ്നങ്ങളും ആയിരുന്നു. ഇപ്പൊ പിന്നെ റോഡെല്ലാം ലെവലായി. അപ്പൊ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ വളരെ എന്നെ സംബന്ധിച്ച് ഞാൻ നോർമൽ സ്പീഡിലാണ് പോകുന്നതെങ്കിലും കാണുന്നവരൊക്കെ വളരെ വലിയ സ്പീഡാണ്, പതുക്കെ പോകണം എന്നൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ ഓർക്കത്തില്ല, സ്പീഡ് കൂടുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ എനിക്ക് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ എന്നെ ദൈവം നടത്തുന്നു, കൂടെ ഈ വണ്ടി. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് എൻ്റെ പ്രിയങ്ങൾ ആരും വിചാരിക്കേണ്ട, പറ്റും കേട്ടോ. അങ്ങനെയൊന്നും നമ്മളെ തോപ്പിക്കാനൊന്നും ആരെയും സമ്മതിക്കരുത്. അപ്പൊ ഇന്ന് പാചക പരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. പിന്നെ കുറേ ദിവസങ്ങളായി ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും ഇപ്പൊ ചെയ്യുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അധികം പാചകം ഇല്ലാത്തത് കൊണ്ട് പഴയ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ആണ് ഞാനിപ്പോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുതിയ വീഡിയോസ് ഒക്കെ ഇനി എടുക്കണം. ഒത്തുപോയപ്പോ പിന്നെ പാചകം കുറവാണ്. ഞങ്ങൾ 3 പേർക്കും വേണ്ടി അമ്മ അങ്ങ് ആഹാരമൊക്കെ ഉണ്ടാക്കും, ഞാൻ ചോറ് വെക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അധികം വലിയ ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ മുടക്കുന്നില്ലല്ലോ. എൻ്റെ പ്രിയങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ കുറേ മണിക്കൂറുകൾ എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഞാനത് വെറുതെ എനിക്കൊരു ഗമ എടുക്കാൻ പറയുന്നതല്ല കേട്ടോ. എന്നെ നേരിട്ട് കാണാൻ വന്നവരുൾപ്പെടെ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ അമ്മക്കിളിയുടെ വീഡിയോ വരുന്നോ എന്ന് നോക്കിയിരിക്കും. ഒരു ഫോൺ എടുത്ത് 10 വട്ടം നോക്കും വീഡിയോ വന്നോന്ന്.
അങ്ങനെയാണ് ഇങ്ങനെയാണ് 12 മണി വരെയൊക്കെ ഞങ്ങൾ നോക്കി ഇരുന്നിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. വീട്ടിലുള്ളവരൊക്കെ ചോദിക്കും എന്തോ ഇത്രയും ഫോണിനകത്ത് നോക്കുന്നതെന്ന്. അമ്മക്കിളിയുടെ വീഡിയോ നോക്കുവാണെന്ന് പറയും. ഇതെല്ലാം എന്നോട് പലരും ഷെയർ ചെയ്ത സന്തോഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്നും മിണ്ടാതെ, അവരെ മനസ്സിലാക്കാതെ, അവരോട് എനിക്കൊരു കടപ്പാടില്ലേ അവരെന്നെ നോക്കിയിരിക്കുമ്പം എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ മോനുവേ, അമ്മമ്മ വന്നോ? ഞാൻ ജനാലദോഷയുടെ റെസിപ്പി എല്ലാം വീഡിയോ പകർത്തി വെച്ചിരുന്നതാണ്. അത് ഫോണിനകത്തൊന്നും എങ്ങനെയോ മിസ്സായിപ്പോയി. ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിരിക്കാം. ഇനി ഞാൻ ഒരു ദിവസം അതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് എൻ്റെ പ്രിയങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കാണുന്നവർ വിചാരിക്കുന്നവർക്ക് വട്ടാണ്, ഇത് വലിയ കാര്യമാണ്, ഇത് ഇത്ര കാണിക്കാനെന്നത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മടിച്ചത്. പക്ഷെ ഒത്തിരി പേരെന്നോട് ചോദിച്ചു ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല. എല്ലാവരും എൻ്റെ പ്രിയങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ വേറെന്താണ്, അത്രയൊക്കെയുള്ള വിശേഷങ്ങളെ. അപ്പം ഇന്ന് ഞാൻ അടുക്കള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 1-2 പേരെ ഫോൺ വിളിക്കാനൊക്കെ ഉണ്ട്. ഒന്ന് സുചേച്ചിയാണ്, സുചേച്ചി ഒന്ന് വിളിക്കണം. വേറെ 2-3 പേരെയൊക്കെ ഒന്ന് ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് അത്താഴം വിളമ്പാം കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വരും. താക്കോലിങ്ങി എടുത്തു വണ്ടിയുടെ. ഓ ശരി തമ്പരാനേ. എന്നും വെള്ളച്ചോറ് എന്തിനാ ഇന്ന്? ഓ ശരി. ഇച്ചിരി ചോറും ഇച്ചിരി കപ്പ, ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ. മാമി കപ്പ വേവിച്ചത് ഇച്ചിരി ഉള്ളായിരുന്നു. നല്ല കപ്പയാന്ന് പറഞ്ഞ് തന്ന കേട്ടോ. നോക്കാം. ഇത് അമ്മ വാട്ടുകപ്പ വേവിച്ചത് കേട്ടോ. മൺപയറും വാട്ടുകപ്പയും കൂടെ ഇച്ചിരി ഞാൻ എടുത്തു. അല്ലെ അമ്മയ്ക്ക് വിഷമമാണ്. അതെടുത്തു. മീൻകറി കൂട്ടാം. കപ്പയുടെ കൂടെ മീൻകറി. ചിക്കൻ കറി വേണമെങ്കിലേ നമുക്ക് രാവിലെ മോന് കുട്ടൻകാരനോര് പറഞ്ഞു എന്തുവാ ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പൊ കറി വെക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പൊ നമുക്ക് കപ്പയും മീൻകറിയും ചമ്മന്തിപ്പൊടിയും മോരുകറിയും ചോറും കൂടെ കഴിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. എന്നത്തെയും പോലെ പ്രാർത്ഥന, എല്ലാവരോടും സ്നേഹം, പ്രിയങ്ങളുടെ വാക്കുകളെല്ലാം ധൈര്യം തരുന്നുണ്ട്, ആശ്വാസം തരുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ഞാനൊരു സന്തോഷമാകുന്നു എന്നതും എനിക്ക് വലിയ ആനന്ദം തന്നെയാണ് കേട്ടോ. രോഗത്തിന്റെയും വിഷമത്തിന്റെയും അവസ്ഥയിലൊക്കെ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പലരും ആശ്വാസം ആവുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ടാറ്റ. ഓക്കെ, ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.